നമസ്കാരം. നമസ്കാരം. ഇപ്പം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം CPI കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് LDF തോറ്റു എന്നുള്ളതിന് അവരുടെ ഭാഗത്തു നിന്ന് അവർ കണ്ടുപിടിച്ചിട്ട് നിരീക്ഷണത്തിലൂടെ അവർ കണ്ടുപിടിച്ചിട്ട് കാരണം തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചതാണ് പാർട്ടിക്ക് പറ്റിയ അല്ലെങ്കിൽ LDFന് മുന്നണിക്ക് പറ്റിയ ഏറ്റവും വലിയ തോൽവിയുടെ പ്രധാന കാരണം. ഈ തെരഞ്ഞെടുപ്പിൽ LDF അല്ലാതെ മറ്റാര് എന്നുള്ളിടത്ത് പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചതാണ് പാർട്ടിയുടെ തോൽവിക്കുള്ള പ്രധാന കാരണം. ഒന്നാമത്തെ കാരണം പറയുന്നത് ഇത് കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ പറഞ്ഞ പോലെ ആശാ വർക്കർമാരോടുള്ള LDF സർക്കാരിൻ്റെ ഒരു സമീപനം അത് വളരെ നെഗറ്റീവായിട്ടാണ് മുന്നണിക്ക് മൊത്തം തിരിച്ചടിയായത് എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഈ ഇപ്പം നടക്കുന്ന പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് CPI തിരക്ക് കൂട്ടാൻ പാടില്ല എന്നുള്ള കാര്യം. കാരണം അവർ പറയുന്നത് ഇത് രാഷ്ട്രീയമായി ബാധിക്കുന്ന കാര്യമില്ല, ജനങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പം ജനങ്ങളെ ബാധിക്കാത്തൊരു കാര്യത്തിൽ നമ്മൾ കടുംവാശി പിടിക്കുന്നത് ശരിയല്ല എന്നാണ് CPIയുടെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും LDFൽ എപ്പോഴും CPIക്ക് എപ്പോഴും ഒരു രണ്ടാംകിട ആ സാധനം അവർ കാണുന്നുള്ളൂ, CPM കാണുന്നുള്ളൂ. കാരണം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവരുടെ AISFൻ്റെ ഒരു യുവതിയെ അടിവാറ്റത്ത് ചവിട്ടിയ വലിയ വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ പോലും CPI മൗനം പാലിച്ചു. പല കാര്യങ്ങളും CPI PM ശ്രീയിലെടുത്ത കാര്യത്തിൽ അതെ. അപ്പോൾ PM ശ്രീയിലടക്കം നമ്മൾ CPI പറയുമ്പോൾ CPIക്ക് പുല്ലുവില കൊടുക്കുന്ന സമ്പ്രദായമാണ് CPM എടുക്കുന്നത്. അപ്പോൾ മുന്നണിയിൽ പോലും പല യോഗങ്ങളിലും CPI അറിയാതെ തീരുമാനങ്ങൾ CPM എടുക്കുന്നു. അപ്പം പേരിന് മാത്രം CPI അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും അവർക്ക് ഒരു പട്ടിയുടെ വില പോലും CPM കൊടുത്തിട്ടില്ല. അത് പല വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതെന്തായാലും മേടിക്കണം എന്നുള്ള സാധനമാണ്. കാരണം അപ്പോഴെങ്കിലും അവർക്ക് അവരുടെ വോയിസ് അവരുടെ നിലപാട് പറയാൻ പറ്റിയൊരു സാഹചര്യമാണത്. അതിന് വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഈ എല്ലാ വിഷയവും പാടെ CPM ഈ പറഞ്ഞ പോലെ CPI പറഞ്ഞ പോലെ തോൽവിയുടെ പ്രധാന കാരണം പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചതാണോ അതല്ല ഈ ആശാവർക്കന്മാരുടെ സാധനമാണോ? എങ്ങനെയാണ് സാർ ഈ വിഷയത്തെ കാണുന്നത്? ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് CPMന് സ്വന്തം പാർട്ടിക്ക് എന്ത് പറ്റി, സ്വന്തം പാർട്ടിയിൽ നിന്ന് അണികൾ എങ്ങോട്ട് പോയി, അതിനേക്കാളൊക്കെ നന്നായിട്ട് അറിയാവുന്നത് CPIയുടെ ബലഹീനതകളാണ്. CPIയുടെ സ്ഥാനാർത്ഥികൾ എങ്ങനെ തോറ്റുന്നോ അല്ലെങ്കിൽ CPI എന്താണ് നിലപാടുകളുടെ കുഴപ്പമെന്നോ നന്നായി വളരെ കൃത്യമായി പിണറായി വിജയൻ അറിയാം, അല്ലെങ്കിൽ CPMന് അറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എല്ലാറ്റിനെയും മറികടന്നു പോകുന്ന ഒരു വികാരമായിരുന്നു. എല്ലാ ഒരു പ്രത്യേക ഇഷ്യൂ നമുക്ക് പറയാൻ പറ്റില്ല. CPI പറഞ്ഞ കാര്യം ഈ പറഞ്ഞ പോലെ UDF തരംഗം അടിത്തട്ടിലുണ്ടായിരുന്നു, പക്ഷെ തിരിച്ചറിയാൻ ഒരു സംഘടനക്കും അവരുടെ ശക്തിക്കും സാധിച്ചില്ല എന്നുള്ള സാധനം അവിടെ ഒരു സംഘടനാ നമ്മുടെ ഏത് പത്രം എടുത്ത് നോക്കിയാലും ഏത് നിരീക്ഷകൻ്റെ അഭിപ്രായം പറഞ്ഞാലും അവസാനം പറയും CPMൻ്റെ സംഘടനാ ശക്തി കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കും. അത് ഞാനടക്കം എല്ലാ പത്രക്കാരും ഞാൻ നേരെ മറിച്ച CPMന് ഒരു ചുക്ക് സ്വന്തം ശമ്പള വർധന ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിനും സമരം ചെയ്യുന്ന പാർട്ടിയോട് കമ്മിറ്റഡ്. അത്രയും കേഡർ സിസ്റ്റമാണല്ലോ CPI. അത് കേഡർ ഇല്ലെന്നേ, അതുകൊണ്ടും നമ്മൾ പറഞ്ഞു ഒറ്റ സംശയം ചെയ്യട്ടെ. കഴിഞ്ഞ അത് തന്നെ ചർച്ചയുടെ ടോപ്പിക് തന്നെ ആയിക്കോട്ടെ, സംഘടനാ ബലം എന്നുള്ളത്. ഈ കൂട്ടത്തിൽ നമുക്കതും പറയാം. ഈ സംഘടനാ ബലം CPMനും CPIക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുണ്ടെന്ന് പറഞ്ഞു. ഈ എത്ര എല്ലാ കോളേജിലും കേരളത്തിലെ +2 തൊട്ട് പഠിക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പിള്ളേരും അല്ലെങ്കിൽ 16 വയസ്സ് തൊട്ട് പഠിക്കും എല്ലാ കോളേജിലും SFI ആണ്. വളരെ 2-3 എക്സെപ്ഷൻ കാണും. അതായത് പുതുതായി ചേരുന്ന എല്ലാവരും ഒരു കോളേജ് വിദ്യാഭ്യാസം കിട്ടിയവരായിരിക്കും. ചേരുന്ന വോട്ടേഴ്സ് മുഴുവൻ ഏത് പാർട്ടി ആയിരിക്കണം? ഞാൻ പുതുതായി ചേരുന്ന സാധാരണഗതിയിൽ SFIക്ക് ഇപ്പോൾ മഹാരാജ് കോളേജ് ഏത് കോളേജ് എടുത്താലും അങ്ങനെ പുതുതായി ചേരുന്ന വോട്ടേഴ്സ് ഏത് പാർട്ടി ആയിരിക്കണം? സംഘടനാ ബലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിക്കുമ്പം ഞാൻ ചെയർമാനായിരുന്നു കോളേജിൽ. എൻ്റെ കോളേജിലടക്കം തുടർന്ന് ഫസ്റ്റ് ഇയറിൽ കുട്ടികളെല്ലാം SFIക്ക് സപ്പോർട്ടായിരിക്കും. സെക്കൻഡ് ഇയറിലോട്ട് അടക്കുമ്പോൾ ഈ കുട്ടികളെല്ലാവരും SFIയിൽ നിന്ന് മാറിയിട്ട് പിന്നെ പല പാർട്ടിക്കാർ കൂട്ടി ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടാണ്. അതെല്ലാം ഏത് കോളേജിലായിരുന്നു? ഞാൻ MESലെ മലബാറിലെ ചില കോളേജുകളിൽ MESന് നല്ല സ്വാധീനമുള്ള കോളേജുണ്ട്. അതേസമയം KSUവിൻ്റെ സ്വാധീനമുള്ള കോളേജുകളൊന്നും അല്ലാതായി. മലബാറിൽ പിന്നെയും UDFൻ്റെ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി NG യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്നും അടുക്കാൻ പറ്റിയില്ലായിരുന്നു. കണ്ണൂർ കുറച്ച് MSF ഉണ്ട്. മലബാർ ഏരിയയിലേക്ക് MSF ആ കൂട്ടത്തിൽ KSU കൂടെ കൂടുമ്പോൾ ശക്തിയായെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഇവിടെ അങ്ങനെയില്ല. ഇവിടെ MSF ഇല്ല, KSU തന്നെയുള്ളൂ. KSUവിന് ശക്തി കൂട്ടി ഇപ്പം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നലെ വരെ SFIക്കാരായിരുന്ന കുട്ടികളും മുദ്രാവാക്യം വിളിച്ച് തല്ലാനും കൊല്ലാനും ചെകുവരയുടെ ജേഴ്സിയും കുത്തി നടന്നവർ, ഒന്നല്ല പല വർഷങ്ങളിൽ നടന്നവർ CPMന് കൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ CPMൽ മാറിപ്പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവർക്ക് സംഘടന ശക്തിപ്രകടനത്തിന് മാത്രം പുറമേയുള്ള ശക്തിപ്രകടനത്തിന് മാത്രമേ ഉള്ളൂ. ഇവരില്ല. NGOമാർ ആരെ ഇത് നമ്മൾ NGO യൂണിയൻ്റെ എത്ര ശക്തി പെൻഷൻ പറ്റിയിട്ടും കൂടെ കൂട്ടി എന്തുമാത്രം കാണണം. അപ്പോൾ ശരിക്കും ഇവരുടെ സംഘടനാ ബലം കൊണ്ട്
യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ സമയം 12:30, 17-ാം തീയതി. ഈ 12:30 ഇപ്പോഴത്തെ അല്ല, ഒരു 6 മാസം മുമ്പുള്ള സാഹചര്യം പറയാം. ഈ 12:30 CPM-ഉം അതിൻ്റെ ബന്ധപ്പെട്ട സംഘടനകൾ, NGO യൂണിയന്, കർഷക തൊഴിലാളി യൂണിയൻ, CITU, ചുമട്ടുതൊഴിലാളി, ഓട്ടോറിക്ഷ, ഇവരുടേതായ എത്ര യോഗങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടാവും? എത്ര യോഗങ്ങൾ? കേരളം മൊത്തം ഒരു ദിവസം 1000 മീറ്റിങ്ങുകൾ നടക്കും പല സംഘടനകളുടെ. മറിച്ച് കോൺഗ്രസിൻ്റെയോ 100 നടക്കുമോ? അതേ പറഞ്ഞത് ഒരു വോട്ടിന് വേണ്ടി, അല്ല 100 വോട്ടിന് വേണ്ടി CPM കേഡേഴ്സ് എത്ര സമയം ചെലവഴിക്കുന്നു? ഒരു CPM-ൻ്റെ ഏരിയ സെക്രട്ടറി, അല്ലെങ്കിൽ മണ്ഡലം സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി എത്ര മണിക്കൂർ പാർട്ടി പ്രവർത്തനത്തിന് ചിലവാക്കുന്നു? കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തനത്തിന് ചിലവാക്കുന്നു. ആ ചിലവാക്കുന്ന സമയം കിട്ടുന്ന വോട്ടും കൂടി ഒന്ന് കൂട്ടിയാൽ സംഘടന ശക്തമാണെങ്കിൽ. ഇതെന്താ അറിയോ, എനിക്കതിൽ തോന്നിയിട്ടില്ല. കോൺഗ്രസിന് ആളെ കൂട്ടാല മാത്രമല്ല, പക്ഷെ ആ ആളുടെ അത് വോട്ടാക്കി തരാനുള്ള കഴിവ് കോൺഗ്രസിനില്ല. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എന്തുകൊണ്ട് ഇല്ലാണ്ടായെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കൂട്ടുണ്ട് കോൺഗ്രസിന്. പക്ഷേ സിസ്റ്റമാറ്റിക്കായ കേഡർ സമ്പ്രദായം അവർക്കില്ല. കേരളത്തെ സംബന്ധിച്ച് ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറച്ചൊക്കെ ഒരു പരിധി വരെ, ഇപ്പം കണ്ണൂരിലെ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, KPCC പ്രസിഡൻ്റായപ്പോൾ, ഞാൻ വന്നതിന് ശേഷം ഞാൻ പാർട്ടിയെ ഒരു സെമി കേഡറാക്കി നോക്കാൻ ശ്രമിക്കാൻ. അദ്ദേഹം കണ്ണൂരുകാരനാണ്, അദ്ദേഹത്തിന് അറിയാം CPM-ൻ്റെ കേഡർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും എത്ര തോറ്റ് കഴിഞ്ഞാലും CPM എന്തുകൊണ്ട് പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ളതും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം സെമി കേഡർ സിസ്റ്റം എന്നുള്ള ഒരു ടേം പോലും കോൺഗ്രസിനോട് യൂസ് ചെയ്തത്. പക്ഷെ നടന്നോ അല്ലേ എന്നുള്ള രണ്ടാമത്തെ പരിഹസിക്കുകയായിരുന്നു. അതെ, നടന്നോ അല്ലേന്ന്. കാരണം അദ്ദേഹത്തിന് കുറച്ച് ടേമേ കിട്ടിയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ശരിക്കും കോൺഗ്രസിനെ ഒരു പുനർജീവനത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റിയൊരു നേതാവ് അത് K. സുധാകരൻ തന്നെയാണ്. അല്ലാതെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു K. സുധാകരനും സതീശനും തമ്മിലുള്ള കോമ്പിനേഷൻ. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു അത്. ഭയങ്കരമായിട്ട് അപ്പോഴാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത്. സംഘടന തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ട, പുനഃസംഘടന ഇപ്പോൾ വേണ്ട, പാർലമെന്റ് ഇലക്ഷൻ വരുവാണ്, അത് കഴിഞ്ഞിട്ട് മതി അഭിപ്രായം. ഈ ഇലക്ഷനെ ഇവർക്ക് പേടിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്, ഇലക്ഷനെ ഭയപ്പെടുന്ന. കാരണം പലരുടെയും സ്ഥാനം പോകുന്നൊരു സംശയം. ഇതാകുമ്പോൾ ഇലക്ഷനിൽ കൂടിയാണ് ആൾ വരുന്നതെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പ്രാധാന്യം കുറയും. അത് കുറയാതിരിക്കാനുള്ള എളുപ്പമാർക്കും നോമിനേഷൻ സിസ്റ്റമാണ്. ഓരോ ഗ്രൂപ്പിൻ്റെ ആളിന് രമേശ് ചെന്നിത്തലയ്ക്ക് 10 ഭാരവാഹി, KC വേണുഗോപാലിന് 5 ഭാരവാഹി, VD സതീശന് 10 ഭാരവാഹി, സുധാകരന് 10, അങ്ങനെ വീതം വയ്ക്കുന്നതിന് പകരം ഇലക്ഷനായിരുന്നു. കുറേ കൂടെ ഇവിടുത്തെ ശശി തരൂരും ഖാർഗെയും തമ്മിലുള്ള മത്സരം കോൺഗ്രസ് ഫലം കിട്ടിയില്ല. എന്നാൽ പോലും ശരിയായ മത്സരമായിരുന്നില്ല. എന്നാൽ പോലും അത് കോൺഗ്രസിന് ഉണ്ടാക്കിയ എനർജി ഭയങ്കര. അതെ, ആദ്യമായിട്ട് ഒരു മത്സരം അവിടെ നടന്നു എന്നുള്ളൊരു അത് ചെറിയ കാര്യമല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ മൗലികമായ ശക്തിയെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ CPIക്ക് ഇപ്പോൾ പറ്റുന്ന തകരാറെന്ന് പറഞ്ഞാൽ 1900 ഒറ്റയ്ക്ക് മത്സരിച്ച് ആകപ്പാടെ 1965 അന്ന് CPIക്ക് കിട്ടിയ 1.25 സീറ്റാണ്. എന്നുവെച്ചാൽ ഒരു CPIയുടെ KT ജേക്കബ് CPIയുടെ സ്ഥാനാർത്ഥി, രണ്ടാമത് ഒരു CPI പിന്താങ്ങിയ ഒരു സ്വതന്ത്ര, 1.5 എന്ന് പറയുന്നത്. ബാക്കി CPM കിട്ടി. CPM അന്ന് കിട്ടുമ്പോഴും 65 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രണ്ടാമത് കോൺഗ്രസ് വരുമ്പം അന്ന് പോലും CPM-ഉം മുസ്ലിം ലീഗുമായിട്ട് ബന്ധമുണ്ട്. ലീഗിൻ്റെ ബലത്തിലാണ് മലബാറിലെ സീറ്റുകളൊക്കെ CPM-ന് കൂടുതൽ കിട്ടിയത്. ലീഗില്ലാത്ര അത്രയും കിട്ടിയില്ല. പക്ഷെ ആ ബന്ധത്തിൻ്റെ പേരിൽ കിട്ടിയ CPM-ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലുതെന്നൊരു ധാരണ വന്നു. CPM മുസ്ലിം ലീഗുമായിട്ട് ധാരണ ഉണ്ടാക്കി കൂടുതൽ അസംബ്ലി സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ആണ് വലുത്. ഞങ്ങൾ ഈ കൂടുതൽ സീറ്റ് ജയിച്ചു, CPIക്ക് 1.5 കിട്ടിയുള്ളൂ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വന്നത്. ഇത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങും അങ്ങനെ ചേരാൻ മടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും കൂടെ എങ്ങോട്ട് മാറ്റി CPM. അങ്ങനെയാണ് CPM രക്ഷപ്പെടുന്നത്. പിന്നെ CPM-ൻ്റെ കർഷക തൊഴിലാളി, ചെത്തൊഴിലാളി അങ്ങനെയുള്ള സംഘടനകളിൽ നിന്ന് ഓരോ സ്റ്റേജിൽ മാറി മാറി വരുവാണ് CPM-നെ ഡൊമിനേറ്റ് ചെയ്യുന്ന കക്ഷികൾ. ഒരു കാലത്ത് കർഷക തൊഴിലാളി സംഘടന എന്നുള്ള ചടയം ഗോവിന്ദന് അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. ചെത്തൊഴിലാളിന്ന്, CITന്ന്, ഭാരത് നോഫറിന് ഉൾപ്പെടെയുള്ളവർ, MM ലോറൻസ് ഉൾപ്പെടെയുള്ളവർ, അതെല്ലാം മാറി ഇപ്പോൾ സർവീസ് സംഘടനകളുടെ കയ്യിലേക്ക് NGO യൂണിയനും കോളേജ് അധ്യാപക സംഘടന ഉൾപ്പെട്ട സംഘടനകളുടെ അവരുടെ പ്രവർത്തകരാണ്, അല്ലെ അവർ റിട്ടയർ ചെയ്യുന്നവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അതാണ് CPIക്ക് അങ്ങനെ ഒരു കേഡേഴ്സ് ഇല്ല. കുറച്ച് പേരുണ്ട്, കേഡേഴ്സ് ഇല്ല. പിന്നെ സാഹിത്യകാരന്മാർ, മീറ്റിങ്ങും മൈക്കും കിട്ടാൻ എളുപ്പം CPM-ൻ്റെ കൂടെ ചേരുന്ന, അവാർഡ് കിട്ടാൻ എളുപ്പം CPM-ൻ്റെ കൂടെ ചേരുന്ന, 100 തരത്തിലുള്ള അവാർഡ് കിട്ടും, വിദേശ പര്യടനത്തിന് സാധിക്കും. അപ്പം അങ്ങനെ വന്ന് CPM-ൻ്റെ മേധാവിത്വം വരികയാണ്. CPIക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? CPI എന്നാണ് ഏറ്റവും 6 വർഷം അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അല്ലേ? കാലാവധിക്കപ്പുറം ഭരിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ പിൻബലത്തിലാണ്. കോൺഗ്രസ് CPI ബന്ധമായിരുന്നു മുന്നണി ബന്ധത്തിൽ ഏറ്റവും നല്ല ബന്ധം. ഇപ്പം മുസ്ലിം ലീഗും കോൺഗ്രസ്സായിട്ട് ആ ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം ബഹുമാനിക്കുന്ന ബന്ധം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൊമിനേറ്റ് ചെയ്യുന്നില്ല. ഒരു അപശബ്ദം ആരും അങ്ങോട്ട് ഇതുവരെ കേൾപ്പിച്ചില്ല. ഇന്ന് ഈ മുന്നണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ആളെന്ന് പറയേണ്ട സംഘടന മുസ്ലിം ലീഗാണ്.
എല്ലാ പരിസ്ഥിതിയിലും. നമ്മൾ ഇതിലൂടെ തിരിച്ചു വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ CPI പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചു എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. പല സ്ഥലങ്ങളിലും തോൽക്കാല കാരണം ആ ഫോട്ടോ വെച്ചതുകൊണ്ടാണെന്നുള്ള ഒന്നാമത്തെ കണ്ടുപിടുത്തം. എനിക്കത് മുമ്പേ തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് CPIക്ക് ഇത് ഇപ്പം തോന്നിയെന്നുള്ളത്. ഇപ്പം ഒരുവിധമല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും എന്തുകൊണ്ട് സഖാവെ നമ്മൾ തോറ്റു എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞൊരു പിണറായി വിജയന്റെ ഫേസർ വെച്ചുകൊണ്ടാണ്. അല്ല, ഫോട്ടോ വെക്കുന്നുണ്ട് മാത്രമല്ല, ഫോട്ടോ വെക്കുന്നത് കാണിക്കുന്ന ആത്മവഞ്ചന. പി ജയരാജൻ്റെ ഫോട്ടോ കണ്ണൂർ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമായി. വ്യക്തിപൂജ അനുവദിക്കുന്ന പാർട്ടി എല്ലാം മാർക്സിസ്റ്റ് സംഘടനാ തത്വങ്ങളനുസരിച്ച് വ്യക്തിപൂജ പാടില്ല. പി ജയരാജൻ്റെ ആരുടെ പിണറായി വിജയൻ്റെ പോലും ഫോട്ടോ വെക്കേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. പക്ഷേ അപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം വന്നപ്പോൾ ഇത്തരം സംഘടനാ തത്വങ്ങൾ മുഴുവൻ മാറ്റി വയ്ക്കുക. പ്രായത്തിൻ്റെ നിയന്ത്രണം മാറ്റി, ഇത്ര 3 ടേം നിയന്ത്രണം മാറ്റി, 3 വർഷം എന്നുള്ള 3 പ്രാവശ്യം എന്നുള്ള, അങ്ങനെ പിണറായി വിജയന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഭരണഘടന അല്ലെ ആ രീതിയിൽ ചട്ടക്കൂടായിരുന്നു CPM-ൻ്റേത്. ഇവിടെ CPIക്കും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. CPIയിൽ ചന്ദ്രപ്പൻ്റെ ഒരു കാലഘട്ടം ഒഴിച്ചാൽ CPM-നോട് മല്ലടിക്കാം. വെളിയും പറഞ്ഞൊക്കെ വാചകടി മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. ഇസ്മയിലുണ്ട്, പിന്നെ ഇപ്പോൾ ഉള്ളത് സി ദിവാകരനുണ്ട്. സി ദിവാകരൻ കുറച്ചുകൂടെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ബിനോയ് വിശ്വം ബോൾഡല്ല, ഒരിക്കലും ആവുകയില്ല, ആകാൻ പറ്റില്ല. ബിനോയ് വിശ്വം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഒരുമിച്ച് കോളേജ് കുറച്ചുകാലം പഠിച്ചിരുന്നതാണ്, നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ ബിനോയ് വിശ്വം ഒരു സാത്വികൻ്റെ രീതിയിൽ പെരുമാറും. പക്ഷേ ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് പെരുമാറാൻ അറിയത്തില്ല. ഒരു പഠന കേന്ദ്രം, EMS പഠന ഗവേഷണ കേന്ദ്രം, അതുപോലെ അച്യുതാനന്ദൻ്റെ പേരിലോ ആരുടെയെങ്കിലും വലിയൊരു പഠന ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുമതല കൊടുത്താൽ ബിനോയ് വിശ്വം ആയിരിക്കും ബെസ്റ്റ്, ഏറ്റവും നല്ലത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം CPM-നെ പുല്ലുപോലെ കണ്ടിരുന്ന ഒറ്റ സെക്രട്ടറി അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചന്ദ്രപ്പൻ, അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ CPIക്ക് ഒരു ഉണർവ് ഉണ്ടാവുകയും ചെയ്തു. ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള നേതാക്കന്മാർ വേറുണ്ടോ CPIയിൽ? പന്ന്യൻ രവീന്ദ്രൻ. ഇപ്പം ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞ പേരേ പറയുള്ളൂ. സ്വല്പം പ്രായം എന്നാൽ പോലും സി ദിവാകരൻ ഉള്ളതിൽ ഭേദം. പന്ന്യൻ രവീന്ദ്രൻ തൻ്റെ ഇടിയാണ്, വാചകടി മാത്രമേ ഉള്ളൂ, തൻ്റെ ഇടയില്ല. അങ്ങനെ പറഞ്ഞിട്ട് പന്ന്യൻ രവീന്ദ്രനെ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുന്നത് കരുണാകരൻ്റെ സപ്പോർട്ടിലാണ്, അന്ന് DIC സപ്പോർട്ടിൽ. അന്ന് ഇലക്ഷന് മുമ്പ് കരുണാകരൻ്റെ അടുത്ത് പോയി വീട്ടിൽ പോയി ഭയഭക്തി ബഹുമാനത്തോടെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്നുമല്ല, ഞാൻ തന്നെ ജയിച്ചെന്നുള്ള മട്ടില്ല പെരുമാറാൻ തുടങ്ങി. ഞാനുള്ള സംസാരം വരാൻ തുടങ്ങി, എല്ലാ വാക്കിലും ഞാൻ. അങ്ങനെ വരുന്ന ഇപ്പോൾ സതീശൻ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, ഞാൻ അപകടം ചെയ്യും. നമ്മൾ നിലയിൽ ഞാനിലോട്ട് വരുമ്പോൾ വലിയ തിരിച്ചടിയാവുന്നുള്ള അർത്ഥം. നമ്മൾ നിലയിൽ ഞാനിലോട്ട് ഞാൻ വലിയ പുള്ളിയാന്ന് സ്വയം തോന്നിക്കൊണ്ടിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു, ഞാൻ ചെല്ലുമ്പോൾ തൊഴുന്നു, ഞാൻ ചെല്ലുമ്പോൾ മാലയിടാൻ മത്സരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ വലിയ VIPs ഒക്കെ ഇറങ്ങി വരുന്നു. പിന്നെ പ്രമുഖരുമായിട്ട് മാത്രമാവും ബന്ധം. CPIക്ക് ആ ഇത് വന്നിട്ടില്ല. പൗരപ്രമുഖരുമായിട്ടുള്ള ബന്ധമല്ല. CPI കുറേ കൂടെയൊക്കെ അണികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. CPM-ന് അതില്ല. ഇവിടെ CPIക്ക് ഞാൻ പറഞ്ഞ റോള് ഒന്ന് UDF-ലേക്ക് വരാം. പക്ഷെ ഇപ്പോൾ UDF-ലേക്ക് വരാൻ പറ്റുന്ന സമയമല്ല. എന്തുകൊണ്ടെന്നറിയോ? CPIക്ക് ഇപ്പോൾ UDF-ലേക്ക് വരണമെങ്കിൽ CPIക്ക് ഇവിടെ നിന്നാണ് സീറ്റ് കൊടുക്കുന്നത്. ആരുടെ സീറ്റ് കൊടുക്കും? നിന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണം. അല്ല, CPIക്ക് കോൺഗ്രസിന് സീറ്റ് കൊടുക്കാനുണ്ടോ? കോൺഗ്രസിനുണ്ട്, അവിടെ തികയുന്നില്ല. ലീഗിന് കൊടുക്കാനുണ്ട്, അവിടെ തികയുന്നില്ല. പിന്നെ ഏത് സീറ്റാണ് കൊടുക്കുന്നത്? ജോസഫ് ഗ്രൂപ്പ് കൊടുക്കുമോ? ആരാ കൊടുക്കുന്നത്? അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അക്കോമഡേറ്റ് ചെയ്യാനുള്ള 75-80 സീറ്റോ കോൺഗ്രസിനുണ്ടോ UDF-നുണ്ടായിരുന്നെങ്കിൽ 8-10 സീറ്റ് അവർക്ക് കൊടുക്കായിരുന്നു. പിന്നെ സിറ്റിംഗ് സീറ്റ് ചോദിക്കുമ്പോൾ CPIക്ക് അധികം സിറ്റിംഗ് സീറ്റ് ഇല്ല. ആ സീറ്റെല്ലാം കോൺഗ്രസിന് ജയിക്കാവുന്നതാണ്. ഈ നിസ്സാരം കൊടുങ്ങല്ലൂർ ഓർത്താൽ മതി. കൊടുങ്ങല്ലൂരൊക്കെ CPIയുടെ കോട്ടയായിരുന്നു. ആ സീറ്റൊക്കെ പോയില്ലേ? കൈപ്പമംഗലം പോയേനെ. പ്രതാപനോടെ മത്സരിക്കുന്ന സ്ഥിതി മാറിയേനെ. പ്രതാപനോടെ പേടിച്ചുപോയി. കോൺഗ്രസിൽ പല നേതാക്കന്മാർക്കും ഇത്രയും ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ആർക്കും ഇല്ലായിരുന്നു, പലർക്കും ഇല്ലായിരുന്നു. അത് സതീശന് മാത്രം ഉണ്ടായിരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ 110 കൂടുതലാണ്. ഇത് പല ചർച്ചകളിൽ 110 സീറ്റിൽ കൂടുതലാണ് നമ്മൾ പറഞ്ഞത്. അതിന് കാരണമുണ്ട്, ഇപ്പോഴും ആ രീതിയിൽ തന്നെ നിൽക്കുന്നു. ദാനം കൊടുത്ത സീറ്റുകളുണ്ട് കോൺഗ്രസ് ഒത്തിരി. ഈ അവിടുത്തെ തർക്കം MP-മാർ മത്സരിക്കേണ്ട വേണ്ടെന്നുള്ള അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി കോൺഗ്രസ്. ഇപ്പം തന്നെ തമ്മിത്തല്ലാണെന്നുള്ള പ്രചരണം പോലും അങ്ങനെ വന്നു. അപ്പം മറിച്ച് CPIയുടെ റോള് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ചലനാത്മക ശക്തിയാകാൻ പറ്റും. ശക്തി കുറവാണെങ്കിൽ പോലും. ഇപ്പോൾ CP ജോണിനെ മന്ത്രിയാക്കി എന്തിനാണ്? CP ജോൺ എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് ഒരു പൊട്ടൻഷ്യലുണ്ട്. അത് CMB-യേക്കാളും മാർക്സിസ്റ്റ് പാർട്ടിയേക്കാളും CPI-യേക്കാളൊക്കെ ഉയർന്ന പൊട്ടൻഷ്യൽ ആർക്കുണ്ട്? CP ജോണിനുണ്ട്. ആ ജോണിൻ്റെ സഹകരണം ഇവിടെ കിട്ടണം. വ്യക്തിയല്ല നോക്കിയ ഇവിടെ ജോണിൻ്റെ നിലപാടുകളാണ് നോക്കിയത്.
നല്ല നിലപാടുകൾ കൂടി ചേരുമ്പോൾ സ്ട്രോങ് ആകും. ഇപ്പോൾ സി പി ഐക്ക് അങ്ങനെ ഉണ്ട്. തൽക്കാലത്തേക്ക് ഒരു വർഷത്തേക്ക് മന്ത്രിമാരൊന്നും വേണ്ടാന്ന് വെച്ച് തീരുമാനിച്ചാൽ സാധിക്കും. മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ച തൃണമൂല, നവീൻ പട്നായിക് ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാരുടെ പഴയ ഒരു മുന്നണിയുടെ രൂപത്തിലേക്ക് ഇത് മാറുകയാണെങ്കിൽ സി പി ഐക്ക് അവിടെ റോളുണ്ട്. ബംഗാളിൽ സി പി ഐയും കോൺഗ്രസും മമതയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബംഗാളിലെ പവർഫുൾ ഫോഴ്സാകും അത്. അവസാനം സി പി എം, ഞാനിപ്പോഴും പറയുന്നു, ഒരു പ്രവചനമാണെന്ന് എങ്ങനെ വേണേൽ കൂട്ടിക്കോ, സി പി എമ്മിനെ ഗതികെട്ട് ബി ജെ പിയുടെ കാൽക്കൽ വീഴേണ്ടി വരുമെന്നാണ് ഞങ്ങളുടെ കൂട്ടുന്നത്. ആരും സി പി എമ്മിന് ആരും തൊടിയില്ല. സി പി എമ്മിനോട് ഇപ്പം നിങ്ങൾ സി പി ഐയുടെ നേതാവിൻ്റെ കാര്യം ചോദിച്ചു. ഒരു നേതാവിൻ്റെ പേര് സി പി എമ്മിന് പറയാം പകരം വയ്ക്കാൻ. സി പി എമ്മിന് പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ അതിൽ നേതാക്കന്മാരുണ്ട്, യുവ നേതാക്കന്മാരുണ്ട്. ആരാ പറ, ഒരാളുടെ പേര് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു നേതാവിൻ്റെ പേര്. SFI നേതാക്കന്മാരൊക്കെ അത് എസ്റ്റാബ്ലിഷ് അങ്ങനെ ശൈലജ ടീച്ചർ പറയാം. ഇപ്പോൾ ഷാഫി പറമ്പിൻ്റെ അത്ര എസ്റ്റാബ്ലിഷ് ചെയ്ത നേതാവുണ്ടോ? ഷാഫി പറമ്പിലിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് സി പി എം. സ്വരാജ്. ശൈലജ ടീച്ചർ ഇപ്പം ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് പോയില്ലേ ശൈലജ ടീച്ചറിന് കാഫി ഷോപ്പ് കൊണ്ട്. ആ സ്ത്രീ ആ വൃത്തിയുടെ മുഴുവൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്കൊരു പശ്ചാത്തലമില്ലേ? ഒരു അമ്മയല്ലേ അവരെന്താ വേണ്ടാത്ത കാഫി ഷോട്ടിനെ പറ്റി? അവരല്ലേ പറയണ്ടേ എനിക്ക് തെറ്റുപറ്റി, അല്ലെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, ക്ഷമിക്കണം എന്നൊരു വാക്ക് പറയാൻ ബാധ്യസ്ഥരവർ. ആ പാവം പിടിച്ച പിള്ളേരെ എത്ര ദിവസം ജയിലിലിട്ടു. അതുപോലെ വേറെ സ്ത്രീ വനിതാ നേതാവ് പടലി ഉളുക്കിന്നും പറഞ്ഞ് പോലീസ് കേസ് ഉണ്ടാക്കി എത്ര പിള്ളേരെ ജയിലിലിട്ടു. ഇതിനൊക്കെ ഇവർ ഉത്തരം പറയണ്ടേ? ഇവർ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വീണ്ടും തീർന്നിട്ടില്ല. ഇവർ ചെയ്ത വഞ്ചനാപരമായ നിലപാട് അവിടെയാണ് സി പി ഐക്ക് തെറ്റുപറ്റിയത്. അവിടെയാണ് ഈ വഞ്ചനാപരമായ നിലപാട്. സി പി ഐ ആരും ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ പൂക്കോട്ടോ വെറ്ററിനറി കോളേജ് തല്ലാനൊന്നും, അല്ലെങ്കിൽ കോളേജ് പിള്ളേരെ തല്ലാനോ യദു എന്നുള്ള ഡ്രൈവറെ പിരിച്ചുവിടാനോ. പക്ഷേ യദുവിനെയൊക്കെ പിരിച്ചുവിട്ടപ്പോൾ ആര്യാരായതിൻ്റെ മുഷ്കുകാരനാണെന്ന് ആ ചാനൽ കാണുന്ന ഏത് പിണറായി വിജയൻ കണ്ണുകെട്ടിരിക്കുകയായിരുന്നു. ഗാന്ധാരി കണ്ണുകെട്ടിക്കൊണ്ട് സി പി എം ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങളും കാണുന്നില്ല, പിണറായി വിജയൻ്റെ കണ്ണിൽ കൂടെ കണ്ടോളാം എന്ന് പറഞ്ഞ നടക്കായിരുന്നോ വിനയ് വിശ്വം? പിണറായി വിജയൻ പറഞ്ഞ അതേപടി അത് PM ശ്രീ പദ്ധതി വരെ അവസാനമാണ് ബോധം വന്നത്. ഞാൻ ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നുള്ള ചർച്ച. മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ട് പിന്നെ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുന്നതല്ലേ. ഇവിടെ നാളെ ഇടതുപക്ഷത്തേക്ക് ഇപ്പം തന്നെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടോ? MLA ഇപ്പോൾ എത്ര പേരുണ്ടെന്നുണ്ടോ? സി പി ഐയുടെ MLA അവർ തന്നെ 10-15 പേരാവും. സി പി ഐയുടെ MLA ഇപ്പോൾ ഇടതുപക്ഷ ചേരി നിൽക്കുന്ന UDF MLA ഗോവിന്ദൻ, TK ഗോവിന്ദൻ, മറ്റേ കുഞ്ഞികൃഷ്ണൻ, ഇങ്ങോട്ട് വരുമ്പം ആരുണ്ട്? രമയുണ്ടല്ലേ, പിന്നെ G സുധാകരൻ, എത്ര പേരായി? CP ജോണ്, കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ളവർ എത്ര പേര് ഇപ്പോൾ MLA നോക്കിക്കൊണ്ടോ? എങ്ങനെയാണ്? അപ്പോൾ ഇവർക്കെല്ലാം കൂടെ ഒരു പാർട്ടി ആയില്ലെങ്കിൽ പോലും ഒരു ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു ചെറിയ മുന്നണി ഉണ്ടാക്കിയിട്ട്, കുറുമുന്നണി എന്നല്ല പറയുന്നത്, UDF ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ. TPM എത്ര നാളായി UDF ആയിട്ട് സഹകരിക്കുന്നു? മന്ത്രിയൊന്നുമായിട്ടല്ലല്ലോ, MLA മാത്രമല്ലേ ആവുന്നുള്ളൂ. സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കേരളത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ഡയറക്ഷൻ.